all, welcome to Tools Academy. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഡിഗ്രി ലെവലിൽ വരുന്ന ടോപ്പിക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രി ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക് ഡിഗ്രി ലെവലിൽ വരുന്നതാണ് അല്ലേ. അതിന്റെ ബേസിക് ആയിട്ട് വരുന്ന മാറ്റർ വേവ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പൊ നിങ്ങൾ ആ ക്ലാസ്സിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ്, ഇതൊരു കഥ പോലെ ഇങ്ങനെ ഓർത്തിരിക്കുക, ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും കണ്ടോ. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, അതേപോലെ വലിയ വലിയ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, വലിയ വലിയ കാര്യങ്ങൾ മാത്രമല്ല, ഇത് കൂട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പൊ നമ്മളൊരു കഥ പോലെ ഇന്നത്തെ ക്ലാസ് ഡീൽ ചെയ്തു പോയി അല്ലേ. ആ കഥ പോലെ പറഞ്ഞതിൽ നിന്ന് തന്നെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്കത് നോക്കാം. അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ കാര്യവും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നോക്കിയേ, ഒരു ഫോട്ടോണിന്റെ റെസ്റ്റ് മാസ് ഡാഷ് ആണ്. അപ്പൊ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ അത് ഞാൻ പറഞ്ഞിരുന്നു. ഒരു ഫോട്ടോണിന്റെ റെസ്റ്റ് മാസ് എത്രയാണ്? റെസ്റ്റ് മാസ് ഓഫ് എ ഫോട്ടോൺ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. ഓക്കെ, റെസ്റ്റ് മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, അടുത്തത് നോക്കുക. അടുത്തൊരു ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് അല്ലെ. അപ്പൊ ആ പരീക്ഷണത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് ഇവിടെ ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഡേവിസൺ ആൻഡ് ജെർമറിന്റെ പരീക്ഷണം എന്താണ് അത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇത്രയേ ഉള്ളൂ. ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു എക്സ്പെരിമെന്റില് എന്താണ് സംഭവിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇലക്ട്രോൺസിനെ ഒരു പ്രത്യേക എക്സ്പെരിമെന്റൽ സെറ്റപ്പിലേക്ക് നമ്മൾ ഫ്ലോ ചെയ്യിപ്പിച്ചു. ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഇലക്ട്രോൺസ് ഡിഫ്രാക്ട് ചെയ്തു. ഡിഫ്രാക്ഷൻ എന്ന ഫിനോമിനൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ഡിഫ്രാക്ഷൻ നടന്നതിനുള്ള തെളിവ് നമുക്ക് കിട്ടി. അപ്പൊ ഈ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്തിന്റെ പ്രോപ്പർട്ടിയാണ്? ഒരു വേവിന്റെ പ്രോപ്പർട്ടിയാണ് അല്ലെ. അപ്പൊ ഡേവിസൺ ആൻഡ് ജെർമർ പരീക്ഷണം എന്നത് വേവ് നേച്ചർ ഉറപ്പിക്കപ്പെട്ടു അല്ലെ. അത് ഏതിന്റെ വേവ് നേച്ചർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പൊ ആ എക്സ്പെരിമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതും നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞു പോയതാണ്. അപ്പൊ ഞാൻ ആ ക്ലാസ് തന്നെ നിങ്ങൾക്ക് തരാൻ കാരണം നമ്മൾ വലിയ കാര്യങ്ങളായിട്ട് എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല എക്സാമിന് ചോദിക്കുക. ഇപ്രാവശ്യം UPSC എക്സാം എന്ന് പറയുന്നത് അതിനൊരു ഉത്തമ ഉദാഹരണമായിരുന്നു അല്ലെ. എന്താണ്, എല്ലാ കോച്ചിങ് സെന്റേഴ്സും എല്ലാവരും ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് പഠിപ്പിച്ച കാര്യങ്ങളായിരുന്നു. പക്ഷെ അങ്ങനെയാണോ വന്നത്? അല്ല അല്ലെ. വളരെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് വന്നത്. അവിടെ എന്ത് സംഭവിച്ചു? ഒത്തിരി പേര് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പാക്കി പഠിക്കാത്തത് കൊണ്ട് തന്നെ നെഗറ്റീവ് ധാരാളം പേർക്ക് വന്നു അല്ലെ. അപ്പൊ ഒന്ന്, എക്സാം നമ്മൾ ഉദ്ദേശിച്ച പോലെ ടഫായിട്ട് വരാത്തത് കൊണ്ടും ബേസിക്കുകൾ നമ്മൾ അത്ര ക്ലിയർ ആയി പഠിക്കാതെ വലിയ വലിയ കാര്യങ്ങളുടെ പുറകെ പോകുന്നത് കൊണ്ടും പറ്റുന്നതാണ്. അപ്പൊ എക്സാം ചിലപ്പം നമുക്ക് വരുന്ന എക്സാം നല്ല ഹെവി ആയിട്ടുള്ള എക്സാം ആയിരിക്കാം, എന്നാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും അതിനകത്ത് കാണും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ മിസ്സാക്കി കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഒരിക്കലും ഈ റാങ്കിൽ കയറി വരാൻ പറ്റില്ല. ഒരു ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയാലും അത് എഴുതുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് ആ ടഫ് ആയിട്ടുള്ള ചോദ്യം കിട്ടും എന്ന് നിങ്ങൾ ആലോചിക്കുന്നു. പക്ഷെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങൾ തെറ്റിക്കാതെ എഴുതുന്നവരാണ് PSC എക്സാമിൽ കയറി വരുന്നത്. ഓക്കെ, നോക്കുക. പാർട്ടിക്കിളിന്റെ മാസ് കുറയും തോറും ഡി ബ്രോഗ്ലി തരംഗ ദൈർഘ്യത്തിന് എന്താണ് സംഭവിക്കുക? അപ്പൊ ലാംഡ ഇസ് ഈക്വൽ ടു h/mv അല്ലെ. ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ അറിയുമെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് അല്ലെ, ലാംഡ ഈക്വൽ ടു h/mv. അപ്പൊ ഡിഗ്രി ടോപ്പിക്സ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള ഇതൊക്കെ ചെറുതായിട്ട് നമ്മൾ +2 പഠിച്ചു വരുന്നതാണ്. അപ്പൊ എന്നാലും ക്വാണ്ടം മെക്കാനിക്സ് പക്കായിട്ട് നമ്മൾ പഠിക്കുന്ന എവിടെയാണ്? ഡിഗ്രി ലെവലിലാണ് അല്ലെ. അപ്പൊ പാർട്ടിക്കിളിന്റെ മാസ് കുറയുന്തോറും ഡി ബ്രോഗ്ലി തരംഗദൈർഘ്യം എന്താ സംഭവിക്കുക? മാസ് കുറയുമ്പോഴും ഇൻവേഴ്സ് റിലേഷൻ ആണ് അല്ലെ. അപ്പൊ വേവ് ലെങ്ത് എന്ന് പറയുന്നത് കൂടും, അതായത് തരംഗദൈർഘ്യം അല്ലെ. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരിക? പാർട്ടിക്കിളിന്റെ മാസ് കുറയുന്തോറും ഡി ബ്രോഗ്ലി തരംഗദൈർഘ്യം എന്ന് പറയുന്നത് കൂടുന്നു. കറക്റ്റ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്? പ്ലാങ്ക് സ്ഥിരാങ്കത്തിന്റെ മൂല്യം എന്താണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്ലാങ്കിന്റെ സ്ഥിരാങ്കത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു ഓപ്ഷൻ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും സംശയമാണ് അല്ലെ. ഓപ്ഷൻ വരെ കാണുന്നത് വരെയുള്ള ഉറപ്പൊക്കെ നമുക്കുള്ളൂ. ഓപ്ഷൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കൺഫ്യൂഷൻ അടിക്കും അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, 6.6
25 ആണ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഇൻറ്റു 10⁻⁻34. അപ്പൊ അവിടം വരെ ഒന്നും കൺഫ്യൂഷൻ ഇല്ല. പിന്നെ ഇവിടെയാണ് കൺഫ്യൂഷൻ ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ജൂൾ സെക്കൻഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 6.63 അല്ലെങ്കിൽ 625 ഇൻറ്റു 10⁻⁻34. അവിടം വരെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. പിന്നെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയി, ജൂൾ സെക്കൻഡ് ആണോ, ജൂൾ പെർ സെക്കൻഡ് ആണോ, ജൂൾ പെർ കെൽവിൻ ആണോ, അങ്ങനെ കുറെ ഡൗട്ടുകൾ വന്നു അല്ലെ. ജൂൾ സെക്കൻഡ് ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ് ഔട്ട് ചെയ്യരുത്. കണ്ടോ, ഇതൊക്കെ പിന്നെ നമ്മൾ വെറുതെ പറഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ഇൻട്രൊഡക്ടറി ആയിട്ട് പറഞ്ഞു പോയതിൽ നിന്ന് തന്നെ എത്ര ക്വസ്റ്റ്യൻ വന്ന് നോക്കുക. ഇതെല്ലാം പ്രീവിയസ് HSA ഫിസിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുള്ളതും നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലെ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് അല്ലെ. അവിടുന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഷ്രോഡിംഗർ സമവാക്യം അനുസരിച്ച് ഒരു പെട്ടിയിലെ കണികയുടെ ഊർജത്തിന്റെ സമവാക്യം എന്ന് പറയുന്നത് എന്താണ് അല്ലെ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ആദ്യം നമുക്കൊരു ബോക്സ് ഉണ്ട്, 0 to L ലെങ്ത് ആണ് അല്ലെ. ബോക്സിന്റെ പ്രത്യേകത എന്താണ്, പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ ബോക്സ് 0 ആണ്. ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഈ ഒരു ബാരിയറിൽ വരുന്ന പൊട്ടൻഷ്യൽ എന്താണ്, ഇൻഫിനിറ്റി ആണ് അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ബൗണ്ടറി കണ്ടീഷനുകളൊക്കെ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇതാണ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം ഇനി ക്വാണ്ടം മെക്കാനിക്സിൽ അടുത്ത് നിങ്ങൾക്ക് അറിയാനുള്ള എന്താണ്, ഷ്രോഡിംഗർ ഇക്വേഷൻ ആണ്. എന്താണ് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. -(h²/2m d² psi of x by dx². psi of x എന്താണ്, വേവ് ഫംഗ്ഷൻ ആണ് അല്ലെ. പ്ലസ് v of psi of x equal to e of psi of x. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്ന ഷ്രോഡിംഗർ ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഇതിലിപ്പം നിങ്ങൾ തൽക്കാലം ബോധേഡ് ആവണ്ട. ജസ്റ്റ് ഞാൻ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ചിലപ്പം ഷ്രോഡിംഗർ ഇക്വേഷൻ എന്താണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റും അല്ലെ. അപ്പൊ psi of x എന്താണ്, ഇറ്റ് ഈസ് എ ടൈം ഡിപ്പെൻഡന്റ് വേവ് ഫംഗ്ഷൻ ആണ് അല്ലെ. v of x എന്താണ്, അല്ലെങ്കിൽ v ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന v എന്ന് പറയുന്നത് എന്താണ്, പൊട്ടൻഷ്യൽ എനർജി ആണ്, ആസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ആണ്. ഓക്കെ, e എന്ന് പറഞ്ഞാൽ എന്താണ്, എനർജി ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്കറിയാം. അങ്ങനെ നമ്മൾ ഇതിന്റെ ഒരു ജനറൽ സൊല്യൂഷനിലേക്ക് എത്തുന്നു. ആ ജനറൽ സൊല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബൗണ്ടറി കണ്ടീഷനുകൾ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേവ് ഫംഗ്ഷൻ ഒരു വാല്യൂ കിട്ടും. എന്താണത്, a sin n pi x by l. ഇത് നമ്മൾ കാണാതെ പഠിക്കണം അല്ലെ. psi equal to a sin n pi x by l എന്ന് പറയുന്ന വേവ് ഫംഗ്ഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ വേവ് ഫംഗ്ഷന്റെ ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നോർമലൈസേഷൻ കണ്ടീഷൻ ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട്, അപ്പൊ നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ തുടർന്നുള്ള ക്ലാസ്സുകളിലും നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ ഒരു വീഡിയോയിൽ നമുക്കൊരു പരിമിതി നമുക്ക് കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് പറയേണ്ട മെയിൻ പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവാം. അപ്പൊ psi is equal to a psi n pi x by l ആണ്. ഇനി എന്നിട്ട് നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷനുകളെല്ലാം അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ എയുടെ വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നു. അപ്പൊ പല എക്സാമുകൾക്കും എയുടെ വാല്യൂ ചോദിക്കാറുണ്ട്. എന്താണ്, √2/L sin n pi x by l. അപ്പൊ എയുടെ വാല്യൂ അല്ല, സൈയുടെ വാല്യൂ ആണ്. അതായത് എയുടെ വാല്യൂ എത്രയാണ്, √2/L. കണ്ടോ, √2/L. അപ്പൊ എയുടെ വാല്യൂ ഒത്തിരി എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട് എ. അപ്പം എ എന്ന് പറയുന്നത് എന്താണ്, എ is called the normalization constant. എന്താണ് എ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ നോർമലൈസേഷൻ കോൺസ്റ്റന്റ്. ഇതിന്റെ ഒന്നും മലയാളം പഠിക്കാൻ പോകണ്ട, ഇതേ ടേമുകൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പം ബേസിക് ആയിട്ട് ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ഇക്വേഷനുകളൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഡീൽ ചെയ്ത് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു എനർജിയുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, En.
ആ ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും, എനർജിക്ക് നമുക്കൊരു സൊല്യൂഷൻ കിട്ടും അല്ലെങ്കിൽ ഇക്വേഷൻ കിട്ടും. എന്താണ്? n²h²/8ml². എന്താണ്? n²h²/8ml², where n is equal to, വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റാർട്ടിങ് ഫ്രം 1 2 3 മുതലാണ് കേട്ടോ. ന്റെ വാല്യൂ ഒരിക്കലും 0 വരില്ല, അത് പ്രത്യേകമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിൽ രണ്ട് കാര്യങ്ങൾ അറിയാം അല്ലെ. എന്താണ്? h²/8ml² അല്ലെ ഇൻറ്റു n² എന്നാ വരുന്നത്. അപ്പൊ അതായത് ദ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആണ് അല്ലെ. n 1 ആവുമ്പോ n² ഇൻറ്റു h²/8ml² ആ വരിക അല്ലെ. ബാക്കിയെല്ലാം ഇവിടെ കോൺസ്റ്റന്റ് ആണ്. h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, മാസ്, ലെങ്ത് ഓഫ് ദ ബോക്സ് അല്ലെ, ഇത്രയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ് അല്ലെ. ഇനി ലോവസ്റ്റ് പോസിബിൾ എനർജി ഒന്ന് നോക്കിക്കേ. ലോവസ്റ്റ് പോസിബിൾ എനർജി എന്ന് പറയുമ്പോൾ എന്നിന് നമുക്ക് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? n = 1 അല്ലെ. അപ്പൊ n = 1 സബ്സ്റ്റിറ്റ്യൂട്ട്, E1 ഈസ് ഈക്വൽ ടു എന്താണ്? h²/8ml². അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണത്? ഈ ലോവസ്റ്റ് പോസിബിൾ എനർജി എന്ന് പറയുന്നത് 0 ആണോ? 0 അല്ല അല്ലെ. എന്നിന് 0യുടെ വാല്യൂ കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? അവിടെ E = 0 എന്ന വാല്യൂ വരുള്ളൂ. അപ്പൊ എപ്പോഴും എനർജിക്ക് ഒരു മിനിമം വാല്യൂ ഉണ്ടായിരിക്കും അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? 0 പോയിന്റ് എനർജി എന്ന് പറയുന്നത്. അതായത് ഈ പാർട്ടിക്കിൾസ് ക്യാൻ നെവർ ബി അറ്റ് റെസ്റ്റ് എന്നാ പറയുന്നത്. ബിക്കോസ് അതിന് എപ്പോഴും എന്തായിരിക്കും? ഒരു ചെറിയ കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. മനസ്സിലായപ്പോ പാർട്ടിക്കിൾ ബോക്സിലുള്ള പാർട്ടിക്കിളിന് എപ്പോഴും ഒരു ചെറിയ കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ നെവർ ബി അറ്റ് റെസ്റ്റ്. അപ്പൊ ഈ ഒരു മിനിമം വാല്യൂവിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? 0 പോയിന്റ് എനർജി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ വേവ് ഫംഗ്ഷൻ, ഇതിന്റെ സൈന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ എന്താണ്? n = 1 എന്ന കണ്ടീഷനിൽ വരുമ്പോൾ നമുക്ക് വേവിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം അല്ലെ. n = 2 എന്ന കണ്ടീഷനിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം അല്ലെ. അപ്പൊ ഇതാണ് സൈ എന്ന് പറയുന്നത് അല്ലെ. ഇനി ഈ സൈ എന്ന് പറയുന്നതിന് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല അല്ലെ. ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? അതിന്റെ എന്താ പറയുക, പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകും. അതാണ് സൈ² എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ ഒറ്റയടിക്ക് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. സൈ² എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? n = 1 നമ്മൾ പ്രോബിലിറ്റി നോക്കുമ്പോൾ ഇങ്ങനെ തന്നെ വരും ആ ഫിഗർ അല്ലെ. n = 2 പ്രോബിലിറ്റി നോക്കുമ്പോൾ എങ്ങനെയാണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലെ. ഇവിടെ ആയിരിക്കും മാക്സിമം പാർട്ടിക്കിളിനെ കാണാനുള്ള മാക്സിമം പ്രോബിലിറ്റി. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി ഇങ്ങനെ വരും. താഴെ ഇങ്ങനെയാ കൊടുക്കുന്നതെങ്കിലും ഇവിടെയാണ് പാർട്ടിക്കിളിനെ കാണാനുള്ള മാക്സ്. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ വരും അല്ലെ. അപ്പോൾ ഈ സൈ² എന്തുള്ളത്? ഒരു ഫിസിക്കൽ മീനിങ് ഉള്ളത്. സൈ എന്ന് പറയുന്നതിന് എന്തില്ല? ഇറ്റ് ആക്ച്വലി ഡസന്റ് ഹാവ് എ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ പാർട്ടിക്കിളിന്റെ പ്രോബബിലിറ്റി നോക്കണം. അതാണ് സൈ² എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെ കുറെ കൺസെപ്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്, അതും നമ്മൾ പഠിക്കണം. അപ്പൊ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഈ ക്വാണ്ടം മെക്കാനിക്സ്, പ്രത്യേകിച്ച് ഈ പാർട്ടിക്കിളിന്റെ ബോക്സിൽ നിന്നൊക്കെ നമുക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ? പിന്നെ കുറച്ച് നമുക്ക് ഇതേപോലെ ഇക്വേഷനുകളും പഠിക്കണം. അതും വളരെ വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇതൊക്കെയാണ് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ PG ഒക്കെ കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അല്ലെ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇതെല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ പഠിക്കുക. എല്ലാ കണ്ടന്റുകളും നമ്മൾ പഠിച്ചൊന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക. ഇത്രയും മാത്രം മതി അല്ലെ. ഫിസിക്സുകാർക്ക് ഫിസിക്സ് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യും, കെമിസ്ട്രിക്കാർക്ക് കെമിസ്ട്രി ഈസി ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്സുകാർ കെമിസ്ട്രിയിലേക്ക് കുറച്ച് ഇഫോർട്ട് കൂടുതലിടുക, കെമിസ്ട്രി ഫിസിക്സുകാരിലെ എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും ഫിസിക്സുകാർ ഫിസിക്സ് നോക്കാതെ ഇരുന്നിട്ട് ലാസ്റ്റ് 1-2 മാസം പഠിക്കാമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് 40-ൽ 40 സ്കോർ ചെയ്യാൻ പറ്റുന്ന സമയത്ത് അത് 20-25 ആയിട്ട് കുറയും അല്ലെ. അത് നമ്മുടെ റാങ്കിനെ ബാധിക്കും. അപ്പൊ നമ്മുടെ മനസ്സിൽ അൾട്ടിമേറ്റ് എയിം എന്തായിരിക്കണം?
ഞാൻ ഫിസിക്സ് ആണെങ്കിൽ എനിക്ക് 40-ൽ ഒരു 38 മേടിക്കണം അല്ലെ. കെമിസ്ട്രിയിൽ ഒരു 5 മാർക്കോ 10 മാർക്കോ കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ഫിസിക്സിൽ എനിക്ക് ഇത്രയും മാർക്ക് മേടിച്ചിരിക്കണം. അപ്പൊ അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. അല്ലാതെ നമ്മൾ നമ്മുടെ സബ്ജക്റ്റിന് ഊന്നൽ കൊടുക്കാതെ പഠിച്ചു കഴിഞ്ഞാൽ രണ്ടിലും ഒരു ആവറേജ് മാർക്കായിട്ട് നമുക്ക് മാറും. നമുക്ക് എത്ര അറിയാമെന്ന് പറഞ്ഞാലും ഇക്വേഷനുകൾ അതൊക്കെ വ്യക്തമായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡെമോ ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പ് കഴിഞ്ഞതോടുകൂടി ഏത് പാറ്റേണിൽ വേണം നിങ്ങൾ പഠിക്കാൻ എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ എങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കാണുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരു ഗോൾഡൻ ചാൻസ് ആണ്, ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രോണിക്സിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. കോൾപിറ്റ് ഓസിലേറ്ററിന്റെ പ്രവർത്തന ആവർത്തിയുടെ സമവാക്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓസിലേറ്റേഴ്സ്, ആംപ്ലിഫൈസ് ആൻഡ് ഓസിലേറ്റേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ ഓസിലേറ്റർ ഇതേപോലെ ഇക്വേഷന്റെ ബേസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ കോൾപിറ്റ് ഓസിലേറ്റർ, ഒത്തിരി ഓസിലേറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ആദ്യം ഒരു ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഒരു ഡിവൈസ് ആണ് വിച്ച് പ്രൊഡ്യൂസസ് പീരിയോഡിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് അല്ലെ. സൈൻ വേവ്, സ്ക്വയർ വേവ് അല്ലെങ്കിൽ ട്രയാങ്കിൾ വേവ് ഒക്കെ പോലുള്ള പീരിയോഡിക്കൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ന് പറയുന്നത് ഓസിലേറ്റർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഓക്കെ, അപ്പൊ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓസിലേറ്ററിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ ഈ വളരെ ബേസിക് ആയിട്ടുള്ള ഈ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഓസിലേറ്ററിന്റെ വലിയ കണക്ഷൻ ഡയഗ്രാം ഒക്കെ ഉണ്ട്, പക്ഷെ ഞാനിപ്പോ ഇവിടെ ഇതിന്റെ ടാങ്ക് സർക്യൂട്ട്, അതായത് ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ടാങ്ക് സർക്യൂട്ട്. ഫ്രീക്വൻസി സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ടാങ്ക് സർക്യൂട്ട് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാൽ ടാങ്ക് സർക്യൂട്ടിൽ 2 കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ടും ഒരു ഇൻഡക്ടറും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഫ്രീക്വൻസി വരുന്നത്. അപ്പൊ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നോക്കുക. 1/2π√L C1 C2 C1 + C2 എന്നാണ് വരിക. അതായത് എന്താണ്, ഇവിടെ കപ്പാസിറ്റേഴ്സ് സീരീസ് ആവുമ്പം എങ്ങനെയാണ് അതിന്റെ സം കാണുന്നത്? നമ്മുടെ റെസിസ്റ്റേഴ്സ് ഇൻ പാരലലിന്റെ പോലെ വരുന്നത് അല്ലെ. 1/C1 + 1/C2 അല്ലെ. കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആണെങ്കിൽ ഇങ്ങനെയാ കാണുക. അപ്പൊ ഇഫക്റ്റീവ് വരുമ്പം C2 + ഇവിടെ 1/C അല്ലെ. C ടോട്ടൽ ഈക്വൽ ടു C2 + C1/C1 C2. അപ്പൊ C ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? C1 C2/C2 + C1 അല്ലെങ്കിൽ C1 + C2. ഇതായിരിക്കും C ടോട്ടൽ അല്ലെ. അപ്പൊ ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത് 1/2π√L/C ടോട്ടൽ ആണ്. വേർ C ടോട്ടൽ എന്താണ്? C1 C2/C1 + C2. അപ്പൊ ഇതാണ് നമ്മുടെ ടാങ്ക് സർക്യൂട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസൈഡ് ചെയ്യുന്ന സർക്യൂട്ട്. ഒരു കോൾപിറ്റ് ഓസിലേറ്റർ അല്ലെ, ഹാർട്ട്ലി ഓസിലേറ്ററിനെ ഇലക്ട്രിക്കൽ ഡ്യുവോ ഓഫ് ഹാർട്ട്ലി ഓസിലേറ്റർ എന്നാണ്. ഡ്യുവോ അതായത് എന്താ പറയാ, ഇരട്ടകൾ പോലെ, അതായത് അതിന്റെ കണക്ഷനിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുക. ഇലക്ട്രിക്കൽ ഡ്യുവോ ഓഫ് ഹാർട്ട്ലി ഓസിലേറ്റർ എന്നാണ് കോൾപിറ്റ് ഓസിലേറ്ററിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ ഓരോ ടോപ്പിക് പഠിക്കുമ്പോൾ നമുക്ക് പോവാം. അപ്പോൾ കാരണം ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോവാത്ത, നമുക്ക് ഇതിന്റെ മുമ്പും പിമ്പൊന്നും അറിയില്ല അല്ലെ. അപ്പം നമുക്ക് ബേസിക് ആയിട്ട് PN ജംഗ്ഷനെ കുറിച്ച് അറിയണം, ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച് അറിയണം, ആംപ്ലിഫയേഴ്സിനെ കുറിച്ച് അറിയണം അല്ലെ, സർക്യൂട്ടുകൾ, ഫീഡ്ബാക്ക് സർക്യൂട്ടുകളെ കുറിച്ചൊക്കെ അറിയണം. അപ്പൊ ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോവാത്തത്. അപ്പൊ കോൾപിറ്റ് ഓസിലേറ്ററിന്റെ പ്രവർത്തന ആവർത്തിയുടെ സമവാക്യം എന്താണ്? F is equal to 1/2π√LC total, where C total is equal to C1 C2/C1 + C2. അപ്പൊ നമ്മുടെ ടാങ്ക് സർക്യൂട്ടിൽ എന്തൊക്കെയുള്ള 2 കപ്പാസിറ്റർ സീരീസ് ആയിട്ടും ഒരു ഇൻഡക്ടറുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഹായ് ഓൾ, വെൽക്കം ടു ടൂസ് അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ SCRT ലെവൽ MCQs ആണ്. അപ്പോൾ നമ്മൾ പൊതുവെ HSA ഫിസിക്കൽ സയൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മുൻപിൽ ഒരു ഡൗട്ട് ഉണ്ട് അല്ലെ, SCRT ടെക്സ്റ്റ് ബുക്ക് നോക്കണോ എന്നുള്ളത്. അപ്പൊ ആ ഒരു ഡൗട്ടിന് നിങ്ങൾ ഏത് നോക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ കൂടുതൽ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എങ്ങനെ വേണം നമ്മൾ ഈ ഒരു HSAക്ക് പ്രിപ്പയർ ചെയ്യാൻ, നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എപ്പോഴും നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ബേസിക് ആയിട്ട് വരുന്ന 8th ക്ലാസ് തൊട്ടിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ വായിച്ച് ഷോർട്ട് നോട്ട് കീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ. അപ്പോൾ ഇനി ചില സമയത്ത് നമുക്ക് അത്ര തിരക്കാണ് അല്ലേ, നമ്മുടെ സിലബസിൽ SCERTയിലെ കാര്യങ്ങൾ എടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പം നമുക്ക് +1 +2ലെയും ഡിഗ്രി ലെവൽ ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും ആദ്യം നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രിഫറൻസ് കൊടുക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ SCERT നമുക്ക് മൊത്തം കവർ ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ, അപ്പോഴും ഏതൊക്കെ ക്വസ്റ്റ്യനിൽ നിന്നാണ്, ഏതൊക്കെ പാർട്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ SCERTയുടെ ഏത് മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ അതിന് ഉള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സൗണ്ട് എന്നുള്ളതിന്റെ SCERT ലെവലിൽ കുറച്ച് കണ്ടന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, എങ്കിൽ കൂടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ HSAക്ക് തന്നെ പ്രീവിയസ് HSA ഫിസിക്കൽ സയൻസിന്റെ എക്സാമുകൾക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും അത് SCERT ടെക്സ്റ്റ് ബുക്കിൽ, ഇപ്പൊ സൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതുകൊണ്ട് തന്നെ അതിന്റെ SCERT ടെക്സ്റ്റ് ബുക്ക് എവിടുന്നാ വന്നതെന്നുള്ള രീതിയിലും കൂടെ ഞാനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. സൗണ്ടിൽ നിന്ന് അല്ലാത്ത SCERT ലെവൽ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോക്കുക, ശ്രവണ പരിധി എത്രയാണ്? അപ്പൊ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. HSA ഫിസിക്കൽ സയൻസ് 2009 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വെറുതെ അങ്ങ് ചോദിച്ചേക്കുവാണ്, നമ്മുടെ ശ്രവണ പരിധി എത്രയാണ്? അപ്പൊ അതിനകത്ത് കുറച്ച് അവ്യക്തതയുണ്ട്, എങ്കിൽ കൂടി ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ ആൻസർ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും അല്ലെ. 20 kHz to 20,000 kHz, 20 Hz to 200 Hz, 20 Hz to 20,000 Hz, 2 kHz to 200 kHz. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കാത്തവരെ സംബന്ധിച്ച് ഇവിടെ നോക്കിയേ, എയും സിയിലും നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലെ, kHz ആണോ ഹേർട്സ് ആണോ എന്നൊക്കെയുള്ള. അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് നമ്മുടെ റാങ്കുകളെല്ലാം നമ്മൾ പുറകോട്ട് വലിക്കുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 20 Hz to 20,000 Hz ആണ് മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത്. അപ്പൊ ഇത് എവിടെയാണ് കിടക്കുന്നത്? SCERT ക്ലാസ് 8 വോളിയം 2 ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ശ്രവണ പരിധി, ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി. ഇപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ കുറഞ്ഞ പരിധി ഏകദേശം 20 ഹെർട്സും കൂടിയ പരിധി 20,000 ഹെർട്സുമാണ്. അപ്പൊ ഈ ഒരു പോയിന്റിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ SCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കണ്ടേ? അതേപോലെ തന്നെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഏതൊക്കെ ടോപ്പിക് നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് ഒരുപക്ഷെ എല്ലാ SCERTയും വായിച്ചു പോകാൻ പറ്റിക്കോണമെന്നില്ല, പക്ഷെ ഏതൊക്കെ ടോപ്പിക് നിർബന്ധമായിട്ടും വായിക്കണം എന്നുള്ളത് പഠിച്ചു വെക്കാം. ഓക്കെ. ഇനി നോക്കുക, ഇതിന്റെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നും നമ്മളൊന്ന് ഓടിച്ചു വിട്ട് നോക്കാം നമുക്ക്. അപ്പൊ നോക്കിയേ, 20 ഹെർട്സിൽ താഴെ ആവർത്തിയുള്ള ശബ്ദത്തെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവർത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു അല്ലെ. വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. HSA ഫിസിക്കൽ സയൻസ് 2005 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ, ശ്രവണ പരിധിയിൽ കവിഞ്ഞ് ആവർത്തിയുള്ള ശബ്ദ തരംഗമാണ് ഏതാണ്? ഇതിനകത്ത് ഇൻഫ്രാസോണിക്, സൂപ്പർസോണിക്, സബ്സോണിക്, അൾട്രാസോണിക്. കണ്ടോ, ശ്രവണ പരിധിയിൽ കവിഞ്ഞ ആവർത്തി എന്ന് പറയുമ്പോൾ എന്താണ്? 20,000 ഹെർട്സിൽ കൂടുതലുള്ളത് എന്തെന്നാ വിളിക്കുന്നത്? അൾട്രാസോണിക് എന്നാണ് വിളിക്കുന്നത് അല്ലെ. അൾട്രാസോണിക് എന്നാണ് വിളിക്കുന്നത്. കണ്ടോ, SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇത് വേറൊരു കാര്യമുണ്ട്, ഇത് SCERTക്ക് ഇല്ലെങ്കിലും SCERT വായിച്ചില്ലെങ്കിലും നമ്മൾക്ക് അറിയാൻ പറ്റുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള ഫാക്റ്റുകളാണ് അല്ലെ. ഇനി ഇതിൽ വരുന്ന, അപ്പൊ ഈ ഒരു ഏരിയ ഫോക്കസ് ഏരിയ ആണെന്ന് മനസ്സിലായി. നോക്കിയേ, ഗാൾട്ടൺ വിസിലിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം ഏകദേശം 30,000 ഹെർട്സ് ആണ്. അപ്പം അതൊന്ന് പഠിച്ചു വെക്കാം, ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചോദിക്കുന്ന ഗാൾട്ടൺ വിസിലിന്റെ കാര്യമായിരിക്കും അല്ലെ. ഈ ശബ്ദം മനുഷ്യൻ കേൾക്കാതിരിക്കുകയും നായ്ക്കൾ കേൾക്കുകയും ചെയ്യുന്നതിന്റെ കാരണം ഓക്കെ എന്തെന്ന് കുറിക്കും. അപ്പൊ അതിനെ കുറിച്ച് മൈൻഡ് ചെയ്യാൻ നിങ്ങൾ ആ ഫാക്ട് ഒന്ന് നോക്കുക. ഓക്കെ. ഇനി നോക്കുക, വവ്വാലുകൾക്ക്, മനുഷ്യൻ കേൾക്കാതിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാലോ, മനുഷ്യന്റെ ശ്രവണ പരിധി 20,000 ഹെർട്സ് ആണ് അല്ലെ. ഗാൾട്ടൺ വിസിൽ നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല, കാരണം അത് ഏതാണ്? 30,000 ഹെർട്സ് റേഞ്ചിലാണ് കിടക്കുന്നത്. ഇനി വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും കഴിയും എങ്കിൽ അവയ്ക്ക് രാത്രിയിൽ സുഖമായി സഞ്ചരിക്കാൻ സാധിക്കുന്നത് എപ്രകാരം എന്ന് ചർച്ച ചെയ്യൂ എന്ന് പറഞ്ഞാലും എക്സാമിന് ചോദിക്കാം, എന്തുകൊണ്ടാണ്
അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെ. വവ്വാലുകളിൽ അൾട്രാസോണിക് തരംഗങ്ങളാണെന്നുള്ളത് നോട്ട് ചെയ്യുക. അടുത്തത്, ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് ഉണ്ടാകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോഴത്തെ LDC പോലത്തെ എക്സാമുകൾക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. ഇനി ശബ്ദത്തിൽ നിന്ന് വന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ശബ്ദത്തിന്റെ അനുരണനത്തിന് കാരണം എന്താണ്? അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ആയി അല്ലെ. അനുരണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റിവർബറേഷൻ ആണ്. അപ്പൊ ഈ 8 മുതലുള്ള SCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് +1 +2 ടെക്സ്റ്റ് ബുക്ക് NCERT അല്ലെങ്കിൽ SCERT നിങ്ങൾ വായിക്കാൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മലയാളം പതിപ്പാണെങ്കിലും നമുക്ക് ഇംഗ്ലീഷിനേക്കാളും വളരെ ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ പഠിച്ചേക്കുന്നത് മലയാളം മീഡിയത്തിലാണെങ്കിൽ പോലും നമ്മൾ +1 +2 എല്ലാവരും തന്നെ ഇംഗ്ലീഷിലാണ് അല്ലെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആ മലയാളം വായിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു തലവേദന പിടിച്ച പ്രോസസ്സാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കണ്ടന്റുകളും കാര്യങ്ങളും നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ മലയാളത്തിൽ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ മലയാളത്തിലാണ് തരുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു മനസ്സിനൊരു ഉറപ്പ് കിട്ടി മലയാളം വായിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടും ഭയങ്കര ഡീറ്റെയിലിങ്ങിലേക്കും പോകുമ്പോൾ നമുക്ക് ആ ഒരു മലയാളം നമ്മൾ സാധാരണ പത്രം വായിക്കുന്ന പോലെയല്ല. NCERT SCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആണ് ആ മലയാളം എന്ന് പറയുന്നത്. അപ്പൊ ശബ്ദത്തിന്റെ അനുരണനത്തിന് കാരണം അനുരണനം എന്ന് പറയുമ്പോൾ റിവർബറേഷൻ ആണ്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. HSA ഫിസിക്കൽ സയൻസ് 2009 ക്വസ്റ്റ്യൻ ആണ്. ആവർത്തന പ്രതിഫലനമാണ്. അതായത് എന്താണ്, SCERT ക്ലാസ് 9 വോളിയം 2 വരുന്ന കണ്ടന്റ് ആണിത്. അപ്പോൾ നമ്മൾ ഈ 8 മുതലുള്ള SCERT വായിച്ചിട്ട് നമ്മൾ ഹയർ ലെവൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണ്, നമുക്ക് ഇതേപോലുള്ള ടേമുകൾ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഈ മലയാളം ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഇപ്പൊ കൂടുതലും മലയാളം എന്ന് പറയുമ്പോൾ പക്കാ മലയാളമായിട്ട് ഈ നമ്മുടെ HSA ഫിസിക്കൽ സയൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയാസ് ഒന്ന് സൗണ്ടിൽ നിന്ന്, ഒന്ന് ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നൊക്കെയാണ് പക്കാ മലയാളം. ഇതേപോലെ അനുരണനം എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് അറിയണം. ഈ ടേമുകൾ നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ ഇതിന്റെ ആൻസർ ഒരു പക്ഷെ അറിയാമെങ്കിൽ പോലും അനുരണനം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റാതെ വരും അല്ലെ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് എന്താണ് നല്ലത്, ഇതേപോലുള്ള SCERT വായിക്കണം നിങ്ങൾ. ഓക്കെ. അപ്പൊ ആവർത്തന പ്രതിഫലനമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന. ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. അപ്പൊ എന്താണ് ആവർത്തന പ്രതിഫലനം എന്നറിയണല്ലോ. ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാക്കുന്ന മുഴക്കമാണ് അനുരണനം എന്ന് പറയുന്നത് അല്ലെ. അനുരണനം നമുക്കറിയാം. ഇനി എന്താണ് ആവർത്തന പ്രതിഫലനം? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്നാണ് കേട്ടോ. ശബ്ദം വ്യത്യസ്ത വസ്തുക്കൾ തട്ടി തുടർച്ചയായിട്ട് പ്രതിപദിക്കുന്നതാണ് ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപദനം അല്ലെ. ഇപ്പൊ തിയേറ്ററിൽ യൂസ് ചെയ്യുന്നത് ഒക്കെ എന്താണ്, ഈ ഒരു കൺസെപ്റ്റ് ആണ്. ഇനി നോക്കാം, ഇവിടെയും നമുക്ക് കുറച്ചൊരു കണ്ടന്റ് ഏരിയ ഉണ്ട്. മെഗാഫോണുകള്, ഹോണുകള്, സംഗീത ഉപകരണങ്ങളായ ട്രംപറ്റ്, നാദസ്വരം തുടങ്ങിയവ നിർമ്മിച്ചിരിക്കുന്നവയിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതെ ഒരു നിശ്ചിത ദിശയിൽ മാത്രം സഞ്ചരിക്കത്തക്ക രീതിയിലാണ് അല്ലെ. ഇത്തരം ഉപകരണങ്ങളിൽ കോണിക്കൽ ആകൃതിയിലുള്ള തുറന്ന ഭാഗം ശബ്ദത്തിന്റെ ആവർത്തന പ്രതിഫലന ഫലമായുള്ള തരംഗങ്ങളെ ഒരു നിശ്ചിത ദിശയിലേക്ക് നയിച്ച് ഉയർന്ന അളവിൽ കേൾക്കാൻ സഹായിക്കുന്നു. അപ്പൊ ആവർത്തന പ്രതിഫലനം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ്, അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ട്രംപറ്റ്, നാദസ്വരത്തിലൊക്കെ എന്ത് പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്, എന്താണ് ആവർത്തന പ്രതിപതനം അല്ലെങ്കിൽ പ്രതിഫലനം എന്നും ചോദിക്കാം. സ്റ്റെതസ്കോപ്പിൽ ഈ ഒരു പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മനുഷ്യ ശരീരത്തിന്റെ മിടിപ്പുകൾ, പ്രത്യേകിച്ച് ഹൃദയമിടിപ്പ് അറിയാൻ സഹായിക്കുന്ന സ്റ്റെതസ്കോപ്പ് എന്ന ഉപകരണമാണ്. അതിൽ ഏത് പ്രിൻസിപ്പിൾ ആണ്, ആവർത്തന പ്രതിപതനമാണ്. ഓക്കെ. ഹാളുകളുടെ സീലിംഗുകൾ വളച്ചു നിർമ്മിച്ചിരിക്കുന്നത് ഒരു സ്രോതസ്സിൽ നിന്നുണ്ടാകുന്ന ശബ്ദം ആവർത്തന പ്രതിഫലനത്തിന്റെ ഫലമായി ഹാളിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലെ. ഇനി അതേപോലെ സൗണ്ട് ബോർഡുകൾ. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ ഒക്കെ നമ്മൾ ഈ ആവർത്തന പ്രതിപതനം അല്ലെങ്കിൽ ആവർത്തന പ്രതിഫലനത്തിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ ഇതൊക്കെ എക്സാമിന് ഫോക്കസ് ആയിട്ടുള്ള ഏരിയ ആണ്. ഒരു പക്ഷേ എനിക്കിത് ചോദിച്ചുകൂടാന്നില്ല. അപ്പൊ ഇങ്ങനെ വേണം SCERT ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ നോക്കിക്കാണാൻ. മനസ്സിലായോ?
ഇനി ശ്രവണ സ്ഥിരത, പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി, ഇതൊക്കെ പി എസ് സിയുടെ റെഗുലർ എക്സാമുകൾക്ക്, ജനറൽ എക്സാമുകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ എക്സാമിന് ഇത്രയും ഒരു ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലെങ്കിൽ കൂടി നമ്മളോട് ചൂടായില്ല അല്ലെ. ഒരു ശബ്ദം ചെവിയിൽ ഉണ്ടാക്കുന്ന ശ്രവണാനുഭവം 1/10 സെക്കൻഡ് 0.1 സെക്കൻഡ് സമയത്തേക്ക് ചെവിയിൽ തങ്ങി നിൽക്കും അല്ലെ. ചെവിയുടെ ഈ പ്രത്യേകതയാണ് ശ്രവണ സ്ഥിരത. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇതിന്റെ വാല്യൂസ് ഒന്നും അറിഞ്ഞില്ലെങ്കിലും ശ്രവണ സ്ഥിരത എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് നമുക്ക് അറിയണം. ചിലപ്പോൾ നമ്മുടെ യൂഷ്വൽ ക്വസ്റ്റ്യന്റെ ഓപ്ഷനിൽ ഇങ്ങനൊരു ടേം കാണും അല്ലെ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് ഉദാഹരണമാണ് 2005 HSA ഫിസിക്കൽ സയൻസ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. ശബ്ദം വിവിധ വസ്തുക്കൾ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനമാണ്. കണ്ടോ, അനുനാദം, പ്രതിധ്വനി, അനുരണനം, ശ്രവണ സ്ഥിരത. കണ്ടോ, അപ്പൊ ഇവിടെ ശ്രവണ സ്ഥിരത എന്താന്നുള്ളത് നമുക്ക് അറിയണം അല്ലെ. അനുരണനം അല്ലെ, ഉത്തരം എന്താണ്? അനുരണനമാണ് വരുന്നത്. ഇനി അപ്പൊ അനുനാദം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. അനുനാദം എന്ന് പറയുന്ന മലയാളം ടേം ഏത് ഇംഗ്ലീഷ് ടേമിനെ സിഗ്നിഫൈ ചെയ്യുന്നു എന്നുള്ളതൊന്ന് നോക്കുക കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ശബ്ദത്തിന്റെ സ്ഥായി എന്നത് ഡാഷിനെ ആശ്രയിച്ചിരിക്കുന്നു. എന്തിനെയാണ്? ആവൃത്തിയാണ് അല്ലെ. HSA ഫിസിക്കൽ സയൻസ് 2005 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ശബ്ദത്തിന്റെ സ്ഥായി എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ആവൃത്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നമ്മളിത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ശബ്ദം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് മുമ്പ് വന്നിട്ടുള്ള ഫിസിക്കൽ സയൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ് ശബ്ദതരംഗം, പ്രകാശതരംഗം, റേഡിയോ ആക്ടിവിറ്റി, അയണീകരണം. അപ്പൊ ഇത് രണ്ടും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അല്ലെ. പിന്നെയുള്ള ശബ്ദതരംഗവും പ്രകാശതരംഗവുമാണ്. അപ്പൊ ഇതിൽ ഏതാണ് നോക്കുക? അനുപ്രസ്ഥം, പ്രകാശം അല്ലെ. പ്രകാശം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? അനുപ്രസ്ഥ തരംഗമാണ്. ട്രാൻസ്വേഴ്സ് വേവ് എന്നാണ് അതിന്റെ അർത്ഥം. ശബ്ദതരംഗം എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനാണ്. പൊതുവെ ശബ്ദതരംഗം ഏത് ടൈപ്പ് വേവ് ആണെന്നും PSC എക്സാമുകൾക്ക് ചോദിക്കാറുണ്ടോ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. HSA ഫിസിക്കൽ സയൻസ് 2016 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ക്ലിയർ ആണല്ലോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്, സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ഇത്? SCRT ലെവല്. അപ്പൊ നമ്മൾ ശബ്ദത്തിൽ നിന്ന് മാറി മറ്റുള്ള കുറച്ച് ഏരിയാസും കൂടെ നമുക്ക് നോക്കാം. സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം എന്താണ്? ഒന്നായിരിക്കും, ഒന്നിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും, ഒന്നിനേക്കാൾ വലുതായിരിക്കും, ഒന്നിനേക്കാൾ ചെറുതായിരിക്കും. ഏതാണ് ആൻസർ വരിക? ഒന്നിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും അല്ലെ. ഇതല്ലേ റൈറ്റ് ആൻസർ. അപ്പൊ സ്ഥാനാന്തരം എപ്പോഴാ തുല്യമാകുന്നത്? തുല്യമാകുന്ന എപ്പോഴാണ്? ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ സ്ഥാനാന്തരവും ദൂരവും എന്ന് പറയുന്നത് തുല്യമായിരിക്കും അല്ലെ. ആ സമയത്ത് അതിന്റെ അംശബന്ധം എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലെ. 1 ആയിരിക്കും. അപ്പൊ ഒന്നിനേക്കാൾ ചെറുതാവാം. അല്ലെങ്കിൽ നോക്കിയേ, സ്ഥാനാന്തരവും ദൂരം എന്ന് പറയുന്ന സ്ഥാനാന്തരത്തെക്കാൾ വലുതാകുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. അടുത്തായിട്ട് SCRT-യിൽ നിങ്ങൾ നിർബന്ധമായിട്ട് SCRT ടോപ്പിക്കുകൾ വായിച്ചു പോകേണ്ട ഒരു ടോപ്പിക്കാണ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അപ്പോൾ നമ്മുടെ 8, 9, 10 ക്ലാസ്സുകളിൽ ലൈറ്റ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കണ്ടന്റും വായിച്ചു നോക്കിയിട്ടേ നിങ്ങൾ പോകാവുള്ളൂ. അത്ര ഇമ്പോർട്ടന്റ് ആണ് ലൈറ്റും സൗണ്ടും HSA എക്സാമുകളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പൊ ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ഡാഷ് ആണ്. ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ഏതാണ്? ഡയോപ്റ്റർ ആണ് അല്ലെ. നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ഏതാണ്? ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, അപവർത്തനം, പൂർണ്ണാനന്തര പ്രതിഫലനം. ഏതാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് അല്ലെ. പൂർണ്ണാനന്തര പ്രതിഫലനം എന്നാണ് അതിന്റെ മലയാളം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സമാന്തരമായി ഉറപ്പിച്ചിരിക്കുന്ന 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ എത്ര പ്രതിബിംബങ്ങൾ കാണാം? അപ്പൊ സമാന്തരമായിട്ടെന്ന് വെച്ചാൽ പാരലൽ ആയിട്ട് അല്ലെ. ഇങ്ങനെ 2 പ്ലെയിൻ മിറേഴ്സ് വെച്ചിരിക്കുന്നത് എത്ര പ്രതിബിംബങ്ങൾ കാണാം? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇമേജസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര ഇമേജസ് കാണാം എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട് അല്ലെ. n എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 360 by തീറ്റ മൈനസ് 1. തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? ആംഗിൾ ആണ് അല്ലെ. അപ്പൊ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ തീറ്റയ്ക്ക് പകരം 90 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്നിന്റെ വാല്യൂ നമുക്ക് കിട്ടും. പക്ഷെ സമാന്തരമായിട്ട് ഉറപ്പിച്ചിരിക്കുമ്പോൾ അവിടെ ഇൻഫിനിറ്റി ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ യൂണിറ്റ് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം അല്ലെ. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം
അല്ലെ? ഇൻ വാക്വം by speed of light in medium, speed of light in medium ആണ് വരിക അല്ലെ? ഇതല്ലേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n എന്ന് പറയുന്നത്. അപ്പൊ n is equal to നമ്മൾ യൂഷ്വലി c by v എന്ന് ഡിനോട്ട് ചെയ്യും അല്ലെ? ഇത് രണ്ടും എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് അല്ലെ? അപ്പൊ എന്ത് സംഭവിക്കും? ഇതിന്റെ യൂണിറ്റ്, ഇതൊരു ഡയമെൻഷൻലെസ് ഫോർമുലയാണ്, ഡയമെൻഷൻലെസ് ആയിട്ടുള്ള ഫോർമുലയാണ്. അതായത് m raised to 0, l raised to 0, t raised to 0 എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ ചിലപ്പോൾ ഡയമെൻഷൻ ആയിട്ടും ചോദിക്കാം അല്ലെ? ഡയമെൻഷൻ ഒന്നും നമ്മുടെ സിലബസിലില്ല, പക്ഷെ HSC എക്സാമുകൾക്ക് പോകുമ്പോൾ നമ്മൾ ഡയമെൻഷൻ എഴുതാനും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പം ക്ലിയർ ആണല്ലോ. ഇനി ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയേ, ഇതെല്ലാം ഒരു എക്സാമിന് ചോദിച്ചിരിക്കുന്ന, ഏത് വർഷമാണെന്ന് ഞാൻ നോട്ട് ചെയ്യാൻ വിട്ടുപോയി, ഏതായാലും ഏതോ ഒരു HSC എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഒറ്റ സിംഗിൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന 1, 2, 3, 4 കണ്ടോ, 4 ക്വസ്റ്റ്യനും കണ്ടോ. ഇങ്ങനെയൊക്കെ ചിലപ്പം നമ്മുടെ ഭാഗ്യം, നമ്മളിപ്പം ഇതൊന്നും പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഭാഗ്യക്കേടിന് കണ്ടോ, വളരെ ഈസി ആയിട്ട് എല്ലാവരും സ്കോർ ചെയ്യാൻ പോകുന്ന ഈ മാർക്ക് നമ്മൾ മിസ് ചെയ്ത് കളയും അല്ലെ? അപ്പോൾ അതുകൊണ്ട് തന്നെ SCRT ടെക്സ്റ്റ് ബുക്കിൽ ലൈറ്റും സൗണ്ടും നിർബന്ധമായിട്ടും നിങ്ങൾ വായിച്ചിരിക്കണം. 8 മുതൽ ഇത് വരുന്ന ചാപ്റ്ററുകൾ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് വായിക്കുക. ലൈറ്റിന്റെ ഏറ്റവും പ്രത്യേകിച്ച് നമുക്ക് PG ലെവലിലോ അല്ല ഡിഗ്രി ലെവലിലൊക്കെ ഉള്ള കണ്ടന്റും നമ്മൾ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് സിലബസിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ സൗണ്ട് എവിടെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഒന്നും എഴുതിയിട്ടില്ല, പക്ഷെ തരംഗ ചലനം അല്ലെങ്കിൽ വേവ് മോഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മുടെ സിലബസിലുണ്ട്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് സൗണ്ട് എന്നുള്ള കണ്ടന്റുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായി? അപ്പോൾ ഇതൊരൊറ്റ സിംഗിൾ എക്സാമിനാണ് ഇങ്ങനെ. അപ്പൊ നമ്മുടെ എക്സാമുകൾക്ക് അങ്ങനെ ലൈറ്റിൽ നിന്ന് ഇത്ര കോൺട്രിബ്യൂഷനെ ചോദിക്കുകയുള്ളൂ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയാണോ ഇവർ ക്വസ്റ്റ്യൻ ഇടുന്നത്, എന്താണോ ഇവർ നമുക്ക് മുമ്പിൽ ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നത്, അതിനെ നമ്മൾ ആൻസർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഇനി അടുത്ത നോക്കുക, ലൈറ്റിൽ നിന്ന് തന്നെ ചോദിച്ചിരിക്കുന്ന പൂർണ്ണാന്തര പ്രതിഫലനം നടക്കണമെങ്കിൽ പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാളും എന്തായിരിക്കണം? കുറവ്, തുല്യം, കുറവോ കൂടുതലോ? കൂടുതലായിരിക്കണം. എന്തായിരിക്കണം? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം അല്ലെ? സംശയമൊന്നുമില്ല. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. എങ്കിൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാനന്തര പ്രതിഫലനമെന്നോ പ്രതിപതനമെന്നോ എക്സാമുകൾക്ക് കാണാം. ഓക്കെ, അപവർത്തനവുമായി ബന്ധപ്പെട്ട നിയമമാണ്. അപവർത്തനം എന്ന് വെച്ചാൽ എന്താണ്? റിഫ്രാക്ഷൻ അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട നിയമമാണ് ഏതെന്ന് പറയുന്നത്? സ്നെൽസ് ലോ എന്ന് പറയുന്നത് അല്ലെ? അപ്പം എന്താണ് സ്നെൽസ് ലോ എന്ന് അറിയണ്ടേ? അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുക അല്ലെ? എന്താണ് സ്നെൽസ് ലോ എന്നും കൂടെ നമ്മൾ പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പൊ എന്താണ് സ്നെൽസ് ലോ എന്ന് പറയുന്ന ജസ്റ്റ് ആ ഇക്വേഷൻ എങ്കിലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് പോവുക. N1 sin θ1 is equal to N2 sin θ2 അല്ലെ? ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് N1 എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് മീഡിയം ആണ്. ഇത് ഫസ്റ്റ് മീഡിയം, ഇത് സെക്കൻഡ് മീഡിയം ആണെങ്കിൽ മീഡിയം 1ന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അത് നോർമലും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ θ1 ആണ്. N2 എന്ന് പറയുന്നത് മീഡിയം 2ന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് θ2 എന്ന് പറയുന്നത് അല്ലെ? അപ്പോൾ N1 sin θ1 is equal to N2 sin θ2 എന്ന് നമുക്ക് പറയാം. ഇതാണ് സ്നെൽസ് ലോ. അപ്പൊ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒത്തിരി ലെങ്ത് ആയി പോകും അല്ലെ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലിയും കൂടെ തരാം. ഇത് നിങ്ങളൊന്ന് നോക്കിക്കേ, മാലൂസ് നിയമം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അതൊന്ന് നോക്കണമല്ലോ. മാലൂസ് ലോ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങളൊന്ന് നോക്കുക. അത് പോളറൈസേഷൻ എന്ന ഭാഗത്ത് വരുന്ന ഒരു ലോ ആണ്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കണം. അപ്പൊ അത് എന്താണെന്നുള്ളത് നമ്മുടെ ഓപ്ഷനിൽ കാണുമ്പോൾ നാളെ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നുകൂടായികയില്ല അല്ലെ? അതേപോലെ ബ്രൂസ്റ്റേഴ്സ് ലോ എന്താണെന്ന് നോക്കുക. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കേണ്ടത് അല്ലെ? അപ്പോൾ ബ്രൂസ്റ്റേഴ്സ് ലോ എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പോളറൈസേഷൻ ഓഫ് ലൈറ്റ് ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ ആണ് ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ചോദിച്ചിരിക്കുന്ന അപവർത്തനവുമായി ബന്ധപ്പെട്ട സ്നെൽസ് നിയമമാണ്. അപ്പോൾ സ്നെൽസ് നിയമമാണെന്ന് നമുക്ക് അറിയാം. അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുക. ഈ രണ്ട് നിയമങ്ങളെ കുറിച്ചും ജസ്റ്റ് നോക്കുക. ഡിഗ്രി ലെവലിൽ നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ സിലബസിൽ അത് കയറി വരുന്ന ടോപ്പിക് തന്നെയാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ
ഇനി നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം അല്ലെ. ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന നമ്മുടെ PSC എക്സാം 2018 എക്സാം ആയിരുന്നു അല്ലെ. ഇതില് SCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം വളരെ കുറവാണ്. യൂഷ്വലി സൗണ്ടിൽ നിന്നും ലൈറ്റിൽ നിന്നും ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ 2018 SCERT ലെവൽ ആ ഒരു ഇതിനകത്ത് SCERT ലെവൽ ക്വസ്റ്റ്യൻസ് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനിയുള്ള എക്സാമിന് SCERT ഉപേക്ഷിച്ച് പഠിക്കാൻ പറ്റുമോ? അതിനുള്ള മറുപടിയാണ് ഇപ്പൊ കഴിഞ്ഞ UPSC എക്സാം. ആ UPSC എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എല്ലാവരും എന്തൊക്കെയോ വലുത് പ്രതീക്ഷിച്ചു പോയല്ലേ. ഇനി മുതൽ UPSC അല്ലെങ്കിൽ PSC ഭയങ്കര ടഫായിരിക്കും, എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തി നമ്മളെല്ലാവരും വലിയ വലിയ ഭീകരമായിട്ടുള്ള കാര്യങ്ങളും ഹെവി ആയിട്ടുള്ള ടോപ്പിക്കുകളും കണ്ടന്റുകളും ഒക്കെ പഠിച്ചു പോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ വന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഒരിക്കലും PSCനെ അല്ലെങ്കിൽ PSCയുടെ ക്വസ്റ്റ്യൻസ് ഈ പാറ്റേണിലായിരിക്കും വരിക എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. അപ്പൊ PSC എക്സാമുകൾക്ക് ധാരാളം മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ഇതൊക്കെ PSC ആയിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. നമുക്ക് സിലബസിന് ഔട്ട് ഓഫ് സിലബസ് വന്നാൽ ഒന്നും പറയാൻ പറ്റില്ല, എല്ലാം സിലബസ് ബേസ്ഡ് വന്നാൽ ഒന്നും പറയാൻ പറ്റില്ല, എല്ലാ ക്വസ്റ്റിനും ടഫ് ലെവലായിട്ട് വന്നാൽ ഒന്നും പറയാൻ പറ്റില്ല. സാധാരണ ഒരു എക്സാം കുറച്ച് മീഡിയം ലെവല്, കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ്, കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഒരു എക്സാം എപ്പോഴും ഒരു പാറ്റേൺ കീപ്പ് ചെയ്യണം അല്ലെ. എല്ലാ ക്വസ്റ്റ്യനും 100 ക്വസ്റ്റ്യനും ടഫായിട്ട് വന്നാലും നമുക്കൊരു വാക്കും അതിനകത്ത് പറയാനില്ല അല്ലെ. അതായത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം വരുന്ന HSC എക്സാം ആണിത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഒരു പഴുതുകളും ലീവ് ചെയ്യാതെ പഠിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 8 മുതൽ നിങ്ങൾ SCERT ബുക്ക് എടുത്ത് പഠിച്ചു തുടങ്ങിക്കോളുക. 8ാം ക്ലാസ് തൊട്ടുള്ള SCERTയുടെ കണ്ടന്റിൽ ഏറ്റവും പ്രത്യേകിച്ച് ലൈറ്റും സൗണ്ടും ഒക്കെ നിങ്ങൾ കവർ ചെയ്തേ മതിയാവുള്ളൂ. കാരണം നാളെ ഒരു പക്ഷേ എക്സാമിന് ചോദിക്കാം. ഇപ്പൊ 2016 വരെ എല്ലാ എക്സാമുകൾക്കും ഈ ഒരു പാറ്റേൺ കീപ്പ് ചെയ്ത് ചോദിച്ചു. 2018 ഒരു ചേഞ്ച് വന്നു. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് SCERT സ്കിപ്പ് ചെയ്ത് പഠിക്കാനും പറ്റില്ല. അതിനുള്ള റീസൺ ആണ് ഇപ്പൊ കഴിഞ്ഞ UPSC എക്സാം അല്ലെ. അപ്പൊ അതുകൊണ്ട് എത്രയോ കൊല്ലം കൂടി അല്ലെ, 8 കൊല്ലത്തിന് ശേഷം വരുന്ന ഒരു എക്സാം ഒരു ചാൻസ് എടുക്കരുത് ഒരിക്കലും. എന്താണോ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ അവർ ഡിമാൻഡ് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെ നിങ്ങൾ പോവാം അല്ലെ. ഇനി ഒരു അവസരം ഇല്ല എന്ന് തന്നെ ഓർക്കുക. ഫസ്റ്റ് ചാൻസ് ആയിട്ടുള്ളവരും ലാസ്റ്റ് ചാൻസ് ആയിട്ടുള്ളവരും ഇനി അവസരം കിട്ടും എന്നുള്ളവർ, ഇനി അവസരം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല അല്ലെ. കഴിഞ്ഞ പ്രാവശ്യം HSA നഷ്ടപ്പെടുത്തിയവർ ചിന്തിച്ച് കാണുന്ന 3 കൊല്ലം കഴിയുമ്പോൾ അടുത്തൊരു എക്സാം എഴുതാം. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ എക്സാം വന്നോ? ഇല്ല അല്ലെ. 8 കൊല്ലങ്ങൾക്ക് ശേഷമാണ് വിളിക്കുന്നത്. എത്രയോ പേരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി കാണും, നിങ്ങൾ ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തവണ പ്രിപ്പയർ ചെയ്യുമ്പം എനിക്ക് കിട്ടണം അല്ലെ. എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ആദ്യം 10 റാങ്കിന്റെ ഉള്ളിൽ എയിം ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഇപ്പോഴത്തെ നിയമന നിലകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ ആദ്യത്തെ 10 റാങ്കിൽ ഒരാളായിട്ട് വരണം എന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും എയിം ചെയ്തിട്ട് അത്രയും ഇൻപുട്ട് ഇട്ടിട്ട് വേണം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കാൻ. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങുമ്പോൾ തൊട്ട് ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാനില്ല. നിർബന്ധമായിട്ടും എല്ലാവരും ഇനിയുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.